സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. 1964 രൂപീകൃതമായ പാർട്ടി എത്രയോ തവണ കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇടവിട്ട് അധികാരത്തിലെത്തുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യമായി തുടർച്ചയായി ആ പാർട്ടി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ കേരളത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഭൂപരിഷ്കരണം മുതൽ ഒട്ടേറെ അധികാര വികേന്ദ്രീകരണം, കാർഷിക മേഖലയിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ജനകീയ ആസൂത്രണം, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ സംഘകൃഷി, സമ്പൂർണ്ണ സാക്ഷരത, അതുപോലെ ഒട്ടേറെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കി വലിയ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM. ഇപ്പോഴത്തെ അവസാനത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 5 ലക്ഷത്തിലധികം അംഗങ്ങൾ ആ പാർട്ടിയിലുണ്ട്. ഏതാണ്ട് 10-35,000 ബ്രാഞ്ചുകൾ ആ പാർട്ടിക്കുണ്ട്. എവിടെ നോക്കിയാലും ആ പാർട്ടിയെ നമുക്ക് കാണാം. സർവ്വവ്യാപിയാണ് ആ പാർട്ടി. ഇപ്പോൾ ഈ ഭിത്തി തുറന്നു നോക്കിയാൽ അവിടെ പോലും ചിലപ്പം CPM-നെ കാണാം എന്ന് തമാശ രൂപേണ പറയുന്നവരുണ്ട്. ആ പാർട്ടി ഇല്ലാത്ത ഒരു സ്ഥലമില്ല. ആ പാർട്ടി സ്കൂളിലുണ്ട്, കോളേജിലുണ്ട്, സർക്കാർ ഓഫീസുകളിലുണ്ട്, കോടതികളിലുണ്ട്, ജയിലുകളിലുണ്ട്, ഈ പറഞ്ഞ പോലെ ആദിവാസികൾ താമസിക്കുന്ന ഇടമല കുടിയിലുണ്ട്, വട്ടവടയിലുണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് കാണാവുന്ന ഒരു 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 പ്രതിഭാസമാണ് CPM എന്ന് പറയുന്ന പാർട്ടി. 35,000 ബ്രാഞ്ചുകൾ, 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള CITU-യിൽ ഏതാണ്ട് 10-25 ലക്ഷം അംഗങ്ങൾ, അവരുടെ ഏറ്റവും വലിയ അധ്യാപക സംഘടന അവരുടേതാണ് KSTA, അതുപോലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ജീവനക്കാരുടെ സംഘടന അവരുടേതാണ് NGO യൂണിയൻ. അതായത് വേറൊരു സംവിധാനം ഇവിടെ ഭരണം നടത്തിയാലും CPM-ന്റെ സ്വാധീനവും ശക്തിയും സർവ്വവ്യാപിയായി നിൽക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഓംനി പൊട്ടൻ്റ് അല്ലെങ്കിൽ ഓംനി പ്രസൻറ്റ് എന്നൊക്കെ നമുക്ക് ആ സംവിധാനത്തിന് നമുക്ക് പറയാം. എന്നാൽ ഇന്നത്തെ ആ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഇന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഒരു സംവിധാനം കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോയാൽ അത്രയും നല്ലത് എന്ന് ആ പാർട്ടിയുടെ തന്നെ അണികൾ ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കില്ലേ സുഹൃത്തുക്കളെ? അതിൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, നിയമവ്യവസ്ഥയിൽ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്കെതിരെ കേസെടുക്കും, അതിനെക്കുറിച്ച് അന്വേഷണം നടക്കും, അവസാനം കോടതികളിൽ അതുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കും. വിചാരണയിൽ വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ കോടതികൾ കേൾക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസിങ് എന്ന് പറയുന്നത്. സെൻറ്റൻസിങ് പലതരത്തിലുള്ള ശിക്ഷകളുണ്ട്. വധശിക്ഷയുണ്ട്, ജീവപര്യന്തമുണ്ട്, മരണം വരെ ജീവപര്യന്തമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം കർണാടകത്തിൽ ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണ ഒരു ലൈംഗിക പീഡന കേസിൽ മരണം വരെ ജീവപര്യന്തം ആണ് കോടതി വിധിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അത് ഭരണഘടന പറയുന്ന ഒരു കാര്യമാണ്. ഒരാൾ കുറ്റം ചെയ്താൽ അവസാനം അയാൾ വിചാരണ നേരിടണം. വിചാരണ നേരിട്ടിട്ട് ആ വിചാരണയിൽ 2 ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേൾക്കുന്ന കോടതി അവസാനം ഒരു വിധി പ്രഖ്യാപിക്കും. ആ വിധി തടവ് ശിക്ഷയാണെങ്കിൽ അത് നടപ്പിലാക്കപ്പെടണം, അത് വധശിക്ഷയാണെങ്കിൽ അത് നടപ്പിലാക്കപ്പെടണം. അതിനകത്ത് പിന്നെ അപ്പീലില്ല. അപ്പീൽ എന്ന് പറയുന്നത് തൻ്റെ ശിക്ഷയ്ക്കെതിരെയും അപ്പീൽ പോകാം. ആ ശിക്ഷയ്ക്കെതിരെ പോകുന്ന അപ്പീലിൽ ശിക്ഷ വേണം എന്നൊരു കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു സംഭവം നമ്മുടെ രാജ്യത്തില്ല. ഒരു കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം പ്രതികൾ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം എന്നാണ് കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അതിന് പിന്നെ അപ്പീലില്ല. അപ്പീൽ പോയി അപ്പീൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലായേ മതിയാവും. അങ്ങനെ നോക്കുമ്പോൾ കൊലക്കേസുകളിൽ വിചാരണയ്ക്ക് ശേഷം കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ പിന്നെ പ്രതികളല്ല, കുറ്റവാളികളാണ്. ആ കുറ്റവാളികളായിട്ടുള്ളവർക്ക് തടവ് ശിക്ഷ കൊടുക്കാൻ ഏത് സർക്കാരും ബാധ്യസ്ഥമാണ്, മാൻഡേറ്റഡ് ആണ്. അവർക്ക് അതിനകത്ത് പിന്നെ വേറൊരു വഴിയില്ല. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ പാർട്ടി തങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള അല്ലാത്തവരെ വെട്ടിയും കുത്തിയും വെട്ടിയും മുഖത്ത് 51 വെട്ടിയും ഒക്കെ കൊല്ലുന്നു. ആ കൊന്ന കേസ് കോടതികളിലെത്തുന്നു. അതിൽ ദീർഘമായ വിചാരണ നടക്കുന്നു. വിചാരണ നടന്ന് പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയലേശമന്യേ തെളിയിക്കപ്പെടുന്നു. അങ്ങനെ അവർ ജയിലിലേക്ക് പോകുന്നു. അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെടുന്നു. അവർ കൊടും ക്രിമിനലുകളാണ്. അവർ ജയിലിലേക്ക് പോകുന്നു. അവർക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെടുന്നു. അവർ പിന്നെ കുറ്റവാളികളാണ്. അങ്ങനെ അവർ കുറ്റവാളികളായി കഴിഞ്ഞാൽ അവർ ആ ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇനി ഏത് കൊടിമൂത്ത പാർട്ടി എന്ന് പറഞ്ഞാൽ പോലും അത് ഇന്ത്യയുടെ ഭരണഘടന തീരുമാനിച്ചതാണ്, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ തീരുമാനിച്ചത്. എന്നാൽ CPM ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2012 TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടി കൊന്നു. ആര്? കൊടും ക്രിമിനലുകൾ. മുഖത്ത് തന്നെ ഏതാണ്ട് 50 വെട്ടിയതാണ്. ഞാൻ ആ മുഖം പോയി കണ്ട ഒരു ഹതഭാഗ്യനാണ്. ആ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് കുറ്റവാളികളായി ജയിലിലെത്തുന്നു. പക്ഷേ ഈ പാർട്ടി ഉണ്ടല്ലോ, ഈ വിപ്ലവ പാർട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവേ എന്ന് വിളിക്കുന്ന ഈ പാർട്ടി ആ ശിക്ഷ അംഗീകരിക്കുന്നില്ല. ലോകത്തെവിടെയും നമ്മൾ കേട്ടിട്ടുണ്ട്. കോടതി കൊടുത്ത ശിക്ഷ അംഗീകരിക്കുന്നില്ല. കാരണം ജയിൽ അവരുടെ നിയന്ത്രണത്തിലാണ്.
ജയിലിൽ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജയിലിൽ പോയ കുറ്റവാളികൾക്ക് 1000, 1500 ദിവസങ്ങളൊക്കെയാണ് പരോള് കൊടുക്കുന്നത്. എന്തൊരു തോന്നിവാസമാണ് ഇതെന്ന് നമ്മൾ ആലോചിച്ചു. KC രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു CPM കാരനുണ്ടായിരുന്നു, കുറ്റവാളിയായിരുന്നു. അയാളാണ് TP ചന്ദ്രശേഖരൻ കേസിൽ കുറ്റം ചെയ്തതെന്ന് CPM ഒരു അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നു. CPM അയാളെ പുറത്താക്കുന്നു. പക്ഷെ അയാൾക്കും കൊടുക്കുന്നു 1000 ചില്ലാനം ദിവസം പരോള്. ആ പരോള് കൊടുത്തതിന്റെ കാരണമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞില്ല, അവിടെ പറയുന്നില്ല. അയാളെ പാർട്ടി പുറത്താക്കിയതാ, പക്ഷെ അയാൾക്കും കൊടുക്കുന്നു പരോള്. ആ കേസിൽ കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളുണ്ട്. ആ കൊടും ക്രിമിനലുകൾക്കും ആവശ്യം പോലെ അവർ ചോദിക്കുമ്പോഴെല്ലാം പരോള് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 100 കണക്കിന് 1000 കണക്കിന് വേറെ കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്കൊന്നും പരോളില്ല, ഇവർക്ക് പരോള് കൊടുക്കുന്നു. ഈ TP ചന്ദ്രശേഖരൻ കേസിൽ കുറ്റം ചെയ്തു എന്ന് കണ്ട് ജയിലിലിട്ടിരുന്ന ഒരാളുടെ പേരാണ് PK കുഞ്ഞനന്ദൻ. കുറ്റം തെളിഞ്ഞിട്ടാണ് അയാളെ ജയിലിലിട്ടത്. ആ PK കുഞ്ഞനന്ദൻ ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എന്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി? ഇവിടെ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ വാദപ്രതിവാദം നടത്തി കുറ്റം ചെയ്തു എന്ന് കണ്ടുപിടിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥ ജയിലിലേക്ക് വിട്ട PK കുഞ്ഞനന്ദനെ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി CPM തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് വല്ല നിയമം വല്ലതും ബാധകമാണോ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തെങ്കിലും ബാധകമാണോ? ഇങ്ങനൊരു പാർട്ടി ഇവിടെ നിലനിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതിനെ എന്നേ റദ്ദാക്കി കളയേണ്ട ഒരു പാർട്ടിയല്ലേ ഈ പാർട്ടി. കാരണം ജയിലിലിട്ടാലും ഒന്നുകിൽ അവന് പരോള്, അല്ലെങ്കിൽ അവന് പാർട്ടിയിൽ സ്ഥാനം. ഇതൊരു അസംബന്ധമാണ്. നമ്മളൊന്ന് ആലോചിച്ചു. കാരായി രാജൻ എന്ന് പറഞ്ഞ വേറൊരു മനുഷ്യൻ ഫസൽ വധക്കേസിൽ പ്രതിയാണ്. അയാൾ പ്രതിയായിട്ടിരിക്കുമ്പോൾ അയാളെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ പോടാ പുല്ലേ നിയമവ്യവസ്ഥ എന്നാ പറയുന്നത്. പോടാ പുല്ലേ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കാരായി രാജനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വെക്കുന്നു. അത് കഴിയുമ്പോൾ അയാളെ റബ്കോയുടെ ചെയർമാനാക്കുന്നു. ഇതെന്തൊരു നാണം കെട്ട പാർട്ടിയാണ് ഈ പാർട്ടി. ആലോചിച്ച് നോക്കുങ്ങൾ. എന്നിട്ട് ഇപ്പൊ അവസാനം ചെയ്തത് എന്താണെന്നറിയോ? പെരിയ കൂട്ടക്കൊലക്കേസ്. ശരത്ലാൽ കൃപേഷ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ചെറുപ്പക്കാരെ അതിഭീകരമായി കുത്തിയും വെട്ടിയും കൊന്നു ഈ CPM-ന്റെ കാട്ടാളന്മാർ. അതിൽ ശിക്ഷ വിധിച്ചു. 8-9 പേർക്ക് ശിക്ഷ വിധിച്ചു. അതിൽ KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുൻ MLA ഉണ്ടെന്ന് അയാൾക്കും ശിക്ഷ വിധിച്ചു. അയാൾ ജയിലിൽ പോയി. അയാൾ കുറ്റപ്രതിയല്ല, കുറ്റവാളിയായി. ആ കുറ്റവാളിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ചപ്പോൾ ഈ പ്രാന്തന്മാരായിട്ടുള്ള CPM-കാർ ചെയ്തത് എന്താണെന്നറിയോ? അയാളെ ഒരു സർക്കാർ ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കി. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊലക്കേസിൽ 2 ചെറുപ്പക്കാരെ കുത്തിയും കുത്തിയും കൊന്ന് ഇല്ലാതാക്കിയ കേസിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ കോടതി കുറ്റവാളി എന്ന് കണ്ട് ശിക്ഷിച്ച് ജയിലിലാക്കി ജാമ്യത്തിൽ ഇറങ്ങിയവനെ ഏതോ ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കുകയാണ് ഈ CPM-കാർ, കാട്ടാളന്മാർ. ഇതിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ. തലയ്ക്ക് വെളിയുള്ളവൻ പറയുമോ ഇതുപോലൊരു പാർട്ടി ഈ സമൂഹത്തിൽ ഉണ്ടാവണമെന്ന്? കാരണം ഇന്ത്യയുടെ ഭരണഘടന തീരുമാനിച്ചതനുസരിച്ച് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ വിചാരണ ചെയ്ത് കുറ്റം തെളിഞ്ഞ് കുറ്റവാളിയാണെന്ന് കണ്ടുപിടിച്ച് ജയിലിൽ കിടക്കുന്നവനെ പിടിച്ച് സർക്കാർ സ്ഥാപനത്തിന്റെ ഉന്നത സ്ഥാനത്തിലെത്തിക്കുമ്പോൾ ഈ പാർട്ടിക്ക് എന്തിന് കീഴിലാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്? ഈ പാർട്ടി ഏത് ഭരണഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഇപ്പൊ ഹാരിസ് ഇറക്കലിനെയൊക്കെ കണ്ടില്ലേ? കൊല്ലാക്കൊല ചെയ്യുകയാണ് അയാളെ കൂടെ നിൽക്കുന്നവർ അയാൾ ചെയ്ത കൊല്ലാക്കൊലയെ കുറിച്ചിട്ട് അയാൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി? അതുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് ലിബറേറ്റ് ചെയ്യാൻ എന്ന് കഴിയുന്നോ അന്ന് മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്നതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ ചില്ലറ ഉദാഹരണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പൊ കൊടിസുനിയുടെ നമ്മൾ കണ്ടില്ലേ? അയാളെ വേറൊരു കേസിൽ അയാളെ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾ പച്ചയ്ക്ക് അവിടെ നിന്ന് കള്ളു കുടിക്കുകയാണ്. ഇതിന് 2-3 പീറ പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ മതിയോ? അത് പീറ പോലീസുകാർ ചെയ്തതാണോ? ഇത് എന്തൊരു അസംബന്ധമാണിത്. കണ്ണൂർ ജയിൽ CPM-ന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വരാം, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ പോകാം. കണ്ണൂർ ജയിലിലെ 2-3 ബ്ലോക്കുകൾ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ കുറ്റവാളികളുടെ നിയന്ത്രണത്തിലാണ്. അവന്മാരാണ് തീരുമാനിക്കുന്നത്. അവന്മാർക്ക് സൗകര്യമുള്ളപ്പോൾ വരും, അവന്മാർ സൗകര്യമുള്ളപ്പോൾ പോകും. അവന്മാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, മട്ടണ്, ചിക്കന് ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് മദ്യം. ഇനി വേറെ വല്ല സ്ത്രീകളെയും കൂടെ കിട്ടുന്നുണ്ടോ എന്ന് കൂടെ മാത്രമേ നമ്മൾ അറിയേണ്ട കാര്യമുള്ളൂ. അവനൊക്കെ പച്ചയ്ക്ക് ഒന്ന് കള്ളു കുടിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അതിന് വന്നിട്ട് ചില നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങൾ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കൊള്ളാം. ഇത് ആരോടാണ് ഇവന്മാർ ഇതെല്ലാം പറയുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് നേരങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ജനങ്ങളാണ് തീരുമാനിക്കുന്നുള്ളതുകൊണ്ട്, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ജനങ്ങളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. അതുകൊണ്ട് ഭരണഘടനയ്ക്കും സിവിൽ നിയമങ്ങൾക്കും ക്രിമിനൽ നിയമങ്ങൾക്കുമൊക്കെ കീറക്കടലാസിന്റെ പോലും വില കൊടുക്കാത്ത ഈ പാർട്ടിയെ മൂലയ്ക്ക് ഇരുത്താനുള്ള ബുദ്ധിയും ബോധവും യുക്തിചിന്തയും ഒക്കെ ഉള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് അവരിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.